എല്ലാവരെയും കേശുവിൻ്റെ വൃന്ദാവനത്തിലെ ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇത് ക്രിസ്മസിൻ്റെ തലേന്നാണ്. ഞങ്ങളൊരു കുഞ്ഞൻ പർച്ചേസിന് വേണ്ടി ഇറങ്ങിയതാണ്. ഞാനും രമ്യ ചേച്ചിയും കേശുവും ഉണ്ട്. അപ്പോൾ കേശുവിനുള്ള GK ബുക്സും കൂടെ കണ്ടപ്പോൾ അതും കൂടെ ഒന്ന് എടുത്ത് അവിടെ നിന്നായിട്ട്. പിന്നെ നമ്മളിതാ ഈ ഒരു ക്യാപ്പ് വാങ്ങിക്കാനാണ് വന്നത്. ഒരെണ്ണമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം. അപ്പോൾ അതിനായിട്ടുള്ള ക്യാപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇനി ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കണം. അപ്പോൾ അതിനുള്ള കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസും വാങ്ങണം. അപ്പോൾ ഞങ്ങൾ ക്യാപ്പ് വാങ്ങിയത് ഏറ്റവും കുറഞ്ഞത് നോക്കിയാണ് വാങ്ങിയത്. നമുക്ക് ഒറ്റ ദിവസത്തെ കാര്യത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഈ തൊപ്പിയൊക്കെ ഈ ക്രിസ്മസിൻ്റെ ചിലപ്പോൾ മണിക്കൂറുകൾക്ക് മാത്രമേ നമ്മളിത് യൂസ് ചെയ്യുള്ളൂ. അതിനുവേണ്ടി ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളെടുത്ത തൊപ്പിക്ക് 16 രൂപ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പല ക്വാളിറ്റിയിൽ പല റേറ്റിൽ നമുക്കിത് കിട്ടും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് അടുത്ത് ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് വാങ്ങാനായിട്ട് പോയതാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ ഫാമിലിയിൽ ഈ സംഭവങ്ങളൊക്കെ വെച്ച് നടത്താറുണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും കുറഞ്ഞത് നോക്കി ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് വാങ്ങുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ അതും വാങ്ങിച്ച് അപ്പോൾ തിരികെ വീട്ടിൽ വന്ന ഫുഡൊക്കെ കഴിച്ചിട്ട് വിശ്രമിക്കാനായിട്ട് ഇരുന്നതാണ്. ഞാനാണെങ്കിൽ എഡിറ്റിങ്ങും എനിക്ക് വോയിസൊക്കെ കൊടുക്കണമായിരുന്നു വീഡിയോയ്ക്ക്. അതിനു വേണ്ടി റൂമിൽ കയറിയപ്പോഴേക്കും അച്ഛനും മോനും കൂടെ വന്നിട്ട് അവിടെ കാണിച്ചു കൂട്ടണ മേളങ്ങളാണിത്. ഞാൻ ആരെയും ശല്യം ഇല്ലാണ്ട്, അവരൊക്കെ താഴെ ഉണ്ടല്ലോ, അപ്പോൾ മുകളിൽ ആരെയും ശല്യം ഇല്ലാണ്ട് വന്ന് വോയിസൊക്കെ കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞ് വന്നതാണ്. പുറകെ കേശു വന്ന് എൻ്റെ ബാക്കിൽ നിന്ന് കേശുവിൻ്റെ അച്ഛൻ വന്ന് പിന്നെ അവിടെ ഒരാകെ ബഹളമായി. എനിക്ക് ഒരു എൻ്റെ കാര്യങ്ങൾ നടന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഈ ഗിഫ്റ്റ് എല്ലാം പാക്ക് ചെയ്യണമല്ലോ, അപ്പോൾ അതിനായിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഏറ്റവും ലോ ബഡ്ജറ്റായിട്ട് ഗിഫ്റ്റ് വാങ്ങാറുള്ളൂ. പിന്നെ ഗിഫ്റ്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് യൂസ് ആയിട്ടുള്ള സാധനങ്ങളെ വാങ്ങുള്ളൂ. അല്ലാണ്ട് ചുമ്മാ ഒരു ഗിഫ്റ്റ് ഐറ്റം വാങ്ങി പൈസ കളയണ്ടെന്ന് വെച്ചിട്ട് നമ്മളിതാ കണ്ടില്ലേ, ബക്കറ്റ്, ടിന്ന്, അങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാം 100 രൂപയ്ക്കകം ഉള്ളത് എന്ന് നമ്മൾ ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത്ര രൂപയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങിയാൽ മതി. അപ്പോൾ ഒരാൾ വാങ്ങിയത് കൂടിപ്പോയി, ഒരാൾ വാങ്ങിയത് കുറഞ്ഞു പോയി, അങ്ങനെയുള്ള ടെൻഷനും കാര്യങ്ങളൊന്നും ആർക്കും വേണ്ടല്ലോ. അപ്പോൾ ആർക്ക് എന്ത് കിട്ടിയാലും അതൊരു ഉപയോഗത്തിൽ വരണം എന്നുള്ള രീതിയിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ ചടങ്ങൊന്നും മുടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പാക്ക് ചെയ്യണത്. കാരണം നമ്മൾ വാങ്ങിയത് എല്ലാവരും പരസ്പരം കണ്ടിട്ടൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് ചടങ്ങ് പോലെ തന്നെ ചെയ്യണ്ടേ. അതുകൊണ്ട് എല്ലാം പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ വിശ്രമിച്ചൊക്കെ ഇരുന്നപ്പോഴാണ് ഈ ഒരു ചേച്ചി, എൻ്റെ ഒരു ഓർമ്മയിൽ ഇവരൊരു 10-15 വർഷം കൊണ്ട് ഇവിടെ വരണുണ്ടെന്ന് തോന്നുന്നു. അവിലൊക്കെ കൊണ്ടുവരൂലേ, ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ തൊട്ടേ വന്ന് തുടങ്ങിയവരാണിത്. അപ്പോൾ അവർ കുറേ സ്നാക്സൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവിലും ഉണ്ട്. ഇപ്പം പണ്ട് ഇവരിൽ നിന്ന് മാത്രമേ അവിൽ വാങ്ങുള്ളായിരുന്നു, ഇപ്പോൾ ഇവരിൽ നിന്നൊന്നും വാങ്ങാറില്ല. അപ്പോൾ കപ്പലണ്ടി മിഠായി ഉണ്ട്, മസാല കപ്പലണ്ടി ഉണ്ട്, മിച്ചറുണ്ട്, ചിപ്സ് ഉണ്ട്, എന്ത് ഐറ്റം വേണോ അതെല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ നിന്നൊരു ഉണ്ടൻ കേക്ക് ഉണ്ടല്ലോ, ആ സംഭവവും വാങ്ങി, മസാല കപ്പലണ്ടിയുമാണ് വാങ്ങിയത്. കേശു വെറുതെ അവർ ഇത് കണ്ടപ്പോഴേക്കും എല്ലാമൊക്കെ വാരി എടുക്കണുണ്ട്. അപ്പം ഞാൻ പിടിച്ച് വാങ്ങിച്ചിടുന്നുണ്ട്, ഇടാനാണ് നോക്കണത്. കാരണം അവർക്ക് വേറെയും കൊടുക്കാനുള്ളതല്ലേ, നമ്മളത് നശിപ്പിച്ച് കളയാനായിട്ട് പാടില്ലല്ലോ. അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്ക് അച്ഛനും അമ്മയും വന്ന് കേക്കുമായിട്ട്, കേശുവിനുള്ള ക്രിസ്മസ് കേക്കുമായിട്ടാണ് അവർ വന്നത്. അവർ വന്ന സമയത്ത് കേശുക്കുട്ടൻ നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഉറക്കത്തിൽ നിന്നൊക്കെ ഉണർത്തിയാണ് എടുത്തത്. അപ്പോൾ ഉണർന്ന് വന്നതിൻ്റെ ആ ഒരു ചെറിയൊരു കൊഞ്ചലും ക്ഷീണമൊക്കെ മോനുണ്ടായിരുന്നു. അപ്പോൾ ഉണർന്ന് എഴുന്നേറ്റ് നേരെ അച്ഛൻ്റെ അടുത്താണ് പോയത്. എൻ്റെ അടുത്ത് വന്നില്ല, നേരെ ഓടി അച്ഛൻ്റെ അടുത്ത് പോയി. അപ്പോൾ അവിടെ ഇങ്ങനെ ക്ഷീണത്തിലൊക്കെ ഇരിക്കുകയാണ്. പിന്നെ കേക്ക് കണ്ടപ്പോഴേക്ക് പിന്നെ അങ്ങ് വാങ്ങിച്ച്, കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കേക്ക് വാങ്ങിച്ച്. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത് സാൻഡയുടെ വേഷമൊക്കെ ഇട്ടിരുന്നപ്പോഴേക്ക് മാമനും കൊണ്ടുവന്നായിരുന്നു ഒരു പ്ലം കേക്ക്. സത്യത്തിൽ ഈ ക്രീം കേക്കൊക്കെ വെറുതെ ഷോ മാത്രമാണ്. ഞങ്ങൾ ആരും കഴിക്കില്ല, ഒത്തിരിച്ച് കഴിക്കും, പിള്ളേർ കഴിക്കും. ആ ക്രീമൊക്കെ ഭയങ്കര കൂടുതലായിരിക്കുമല്ലോ. കഴിക്കാനായിട്ട് എപ്പോഴും നല്ലത് പ്ലം കേക്ക് തന്നെയാണ്. നല്ല ടേസ്റ്റ് അല്ലേ ഇത് കഴിക്കാൻ. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ക്രീം കേക്ക് എന്നൊരു സംഭവമേ വാങ്ങൂല, വാങ്ങണമെങ്കിൽ പ്ലം കേക്ക് മാത്രമേ വാങ്ങുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ക്രിസ്മസ് വേഷമൊക്കെ ഇട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കണം. നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഇന്ന് തലേന്ന് രാത്രിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നിന്നപ്പോഴാണ് സാൻഡയും വന്നിട്ടുണ്ട്. Happy Christmas. Happy Christmas.
മോനാണെങ്കിൽ ഭയങ്കര പേടിയാണ്. കരോള് വരണമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ആളെ അടക്കി ഇരുത്തണത്. കരോള് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ കരോള് വരണം എന്ന് പറയുമ്പോഴേക്കും ആൾക്ക് ഭയങ്കര പേടി, ഇങ്ങനെ നെഞ്ചൊക്കെ പടപടോ ഇടിക്കും വരുമ്പോൾ. അങ്ങനെ പേടിയൊക്കെ മാറ്റണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കൂടെ കൊണ്ട് ഇറങ്ങി നിന്നതാണ്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കണം, ക്രിസ്മസ് സുഹൃത്ത്, അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ അതിനായിട്ട് തുണ്ടൊക്കെ എഴുതണതേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഇതെല്ലാം എഴുതി സെറ്റാക്കി വെക്കണതാണ്. പക്ഷേ ആൾ കൂടിയാൽ പാമ്പ് ചാവില്ല എന്ന് പറയണത് പോലെ ഇന്ന് എല്ലാവരും കൂടെ ആയതുകൊണ്ട് ഒരു കാര്യങ്ങളും നടന്നില്ല, മൊത്തം ലാഗായിരുന്നു. നമ്മൾ ചുമ്മാ കളിച്ച് രസിച്ചൊക്കെ അങ്ങ് നടക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് നടക്കില്ല, എല്ലാവരും കൂടെ കൂടണ ദിവസം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ തുണ്ടൊക്കെ ഇട്ട് ഇനി ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്ന ചടങ്ങാണ് അടുത്ത് നടക്കാനായിട്ട് പോണത്. അപ്പോൾ എല്ലാവരെയും പേരൊക്കെ എഴുതി തുണ്ടൊക്കെ എടുക്കണുണ്ട്. എല്ലാവരും കയ്യിൽ ഗിഫ്റ്റുമായിട്ടൊക്കെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഗിഫ്റ്റ് ഐറ്റംസ് ഒന്നും ഇല്ല, ഒരു 60-70 രൂപ റേഞ്ചിലുള്ള സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയത്. പക്ഷേ എല്ലാം ഉപയോഗമുള്ള സാധനങ്ങളാണ്. നമ്മൾ ഈ കഴിഞ്ഞ വർഷം ക്രിസ്മസിന് കിട്ടിയ സാധനങ്ങൾ ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. കഴിഞ്ഞതിന് നമുക്ക് കപ്പാണ് കിട്ടിയത്. അപ്പോൾ അതൊക്കെ നമ്മൾ എല്ലാ വർഷവും ഓർത്ത് വെക്കുന്നതും എല്ലാ പ്രാവശ്യവും നമുക്ക് ഉപയോഗമുള്ള സാധനങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ക്രിസ്മസ് ആഘോഷ രീതി. ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, എങ്ങനെയാണോ എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്നത് അതേപോലെ നമുക്ക് എല്ലാം കളറാക്കി മാറ്റണം. പക്ഷെ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ കാരണം ഇനി ക്രിസ്മസ് കഴിഞ്ഞ ഉടനെ അടുത്ത് ന്യൂ ഇയർ വരും, നമുക്ക് എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കണ്ടേ. അല്ല കുഴപ്പമില്ല, അങ്ങനെ ഞങ്ങൾ ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. 1-2 പേർക്ക്, ചേട്ടനും ദിവ്യ ചേച്ചിക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവർക്ക് അവരെ തന്നെ കിട്ടി ഫ്രണ്ടായിട്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവർ പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. എനിക്ക് ഫ്രണ്ടായിട്ട് കിട്ടിയത് നന്ദുവിനായിരുന്നു. കേശുവിന് എന്നെയാണ് ഫ്രണ്ടായിട്ട് കിട്ടിയത്. അപ്പോൾ കേശു എനിക്കാണ് ഗിഫ്റ്റ് തന്നത്, ഞാൻ നന്ദുവിന് കൊടുത്ത്. നമ്മൾ ബക്കറ്റ്, പിന്നെ ഈ ടിന്നുണ്ടല്ലോ, ടിന്ന്, ചെറിയ പ്ലേറ്റ്, പിന്നെ ഈ എന്ത് പറയണ്ടെങ്കിൽ സംഭവങ്ങളൊക്കെ അടച്ചു വയ്ക്കൂല, അങ്ങനത്തെ ഒരു സാധനം, അങ്ങനെയുള്ള സംഭവങ്ങളാണ് എല്ലാവരും വാങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഉപയോഗമുള്ള കാര്യങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അതായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ഇതേപോലെ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്ത സമയത്ത് ജ്യൂസായിരുന്നു വാങ്ങിക്കൊടുത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെയാണ് അത് മാറ്റിയിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളാക്കിയത്. അപ്പോൾ പിന്നെ ഈ പറയും പോലെ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ രമ്യ ചേച്ചിക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് 4 പേർക്ക് ഗിഫ്റ്റ് വാങ്ങണം. ആ 4 കാശും വരണത് ഒരാളുടെ പോക്കറ്റിൽ നിന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് ആഘോഷിക്കുകയും വേണം. പക്ഷെ ഒരു ചെറിയ ഗിഫ്റ്റ് എന്നുള്ള രീതിയിലോട്ടൊക്കെ മാറിയത്. അത് കഴിഞ്ഞപ്പോഴേക്ക് അവന്മാർ 2 പേരും കൂടെ ബലൂൺ എടുത്തിട്ട് പൊട്ടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കേശു കണ്ടില്ലേ, ഇതൊക്കെ കാണുമ്പോൾ കേശുവിന് ഭയങ്കര ആവേശമാണ്. അവരുടെ ഇടയിൽ കയറണുണ്ട്, കളിക്കണുണ്ട്, ഒരു ബഹളം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എല്ലാവരും ഫാമിലിയായിട്ട് ഒരു റീൽസ് എടുക്കാനായിട്ട് നോക്കിയതാണ്, ഒരു ഷോർട്സ് വീഡിയോ പോലെ. അപ്പോൾ അതിൽ അമ്മേനെയും കൂടെയൊക്കെ അവിടെ പിടിച്ചിരുത്തി. അത് ഭയങ്കര കോമഡി ആയിരുന്നു. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആ റീൽസ് എല്ലാം. അങ്ങനെ ഞങ്ങളുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്ന് ഈ വർഷവും നമുക്ക് എല്ലാ വർഷത്തെയും പോലെ നമ്മുടെ ക്രിസ്മസ് കേക്ക് നമുക്ക് സ്പോൺസർ ചെയ്തത് മധുവണ്ണനാണ്, ചേട്ടൻ്റെ ഫ്രണ്ടാണ്. എല്ലാ വർഷവും അണ്ണൻ തന്നെയാണ് നമുക്ക് ക്രിസ്മസ് കേക്ക് തരണത്. പിന്നെ ഞങ്ങൾക്ക് അല്ലാണ്ട് വീട്ടിൽ നിന്ന് ഒരു പ്ലം കേക്ക് കൊണ്ടുവന്ന്, ബിജുവണ്ണ ഒരു പ്ലം കേക്ക് കൊണ്ടുവന്ന്. അപ്പം ഞങ്ങൾക്ക് കേക്ക് വാങ്ങാനുള്ള പൈസ ലാഭിച്ച് എല്ലാ വർഷവും ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണ് കേക്കുകൾ കിട്ടാറ്.
അപ്പോൾ അതാ ഇനി എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് ഒരു സന്തോഷം പങ്കിടണമല്ലോ. അതാണ് ഇനി അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാത്തിലും എന്താഘോഷമായിരുന്നാലും നമ്മൾ അതിലൊരു ഒത്തുകൂടലും അതിനെ ഒരു കളറാക്കിയൊക്കെ മാറ്റിയാൽ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആയിരിക്കും. നമുക്ക് നല്ല രീതിയിൽ എല്ലാ ആഘോഷങ്ങളും ഒന്ന് ആഘോഷിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ അറിയാമല്ലോ, ഇനി ഇത് കഴിഞ്ഞ ഉടനെ വീണ്ടും ഓരോരോ ടെൻഷനുകളായി. അപ്പം നമുക്ക് ഇങ്ങനെ ആ ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് ആസ്വദിക്കാനായിട്ടും എല്ലാം മറന്നൊന്ന് ചിരിക്കാനായിട്ടൊക്കെ കിട്ടുന്ന എല്ലാ അവസരങ്ങളും നമ്മൾ മുതലാക്കണം. അപ്പോൾ അതാണ് നമ്മുടെ പോളിസി. നിങ്ങൾ പാടിയാ മതി. ആകാശവീതിയിൽ മാലാന്റെ ബാലൻസ് പാടി എന്റെ മുത്ത് പാടി അപ്പുറത്തൂടെ കൈ ഇട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനിതാ ഫോട്ടോ എടുക്കാനായിട്ട് എല്ലാവരുമായിട്ട് ഇരിക്കണതാണ്. എല്ലാ രീതിയിലും ഇനി ഫോട്ടോസൊക്കെ എടുക്കണ്ടേ, ക്രിസ്മസ് മെമ്മറീസൊക്കെ വേണമല്ലോ, വീഡിയോസ് മാത്രം പോരല്ല. അങ്ങനെ അടുത്ത ഫോട്ടോ സെക്ഷനായിരുന്നു. അപ്പോൾ കേക്ക് കട്ടിങ്ങും വൈൻ കുടിയും ഒക്കെ കഴിഞ്ഞ്. പക്ഷേ എനിക്ക് വൈന് കഴിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ +2 പഠിക്കുമ്പോഴെന്തുമാണ് ഞാൻ അവസാനമായിട്ടും വൈൻ കഴിച്ചത്. അപ്പോൾ ഇവിടെ ഞാനും രമ്യ ചേച്ചിയും വൈൻ കഴിച്ചില്ല, ബാക്കി എല്ലാവരും വൈനൊക്കെ കുടിച്ചായിരുന്നു. ഇനി നമ്മൾ ഫോട്ടോ എടുക്കട്ടെ. ആർട്ടിഫിഷ്യൽ ചിരിച്ചിരിക്കല്ലേ ചെറുക്കനെ. തൊപ്പി തൊപ്പി മക്കൾ നന്ദൂര് തൊപ്പി അല്ല വേണ്ട, അത് ചെറുതായി പോകും. അല്ല അത് വലുതായി. ഫോട്ടോ എടുക്കട്ടെ, വാ, സമയമില്ല. നാളെ നമുക്ക് പോസ്റ്റ് ചെയ്യാനുള്ള. അല്ല അവരുടെ കൊച്ചിന് പേടാണ്. ഇങ്ങോട്ട് നോക്ക് കാശുകൂടാ. നിങ്ങൾ എല്ലാവരും നോക്ക്. പോട്ടെ എങ്ങനെ നോക്കിയിരിക്കും കുഴപ്പമില്ല, അങ്ങനെ ഇരിക്കട്ടെ. മതി ഇനി മാറ്. ബൈക്ക് പറഞ്ഞപ്പോ കേശു മാറ് അവിടെ നിന്ന്. കേശു മാറ്. ചിരിയടാ ചിരി. ചേർന്നിരി. മക്കളെങ്കി വാ. ഇട്. ഓക്കെ. നെല്ലുമുട്ടായി
ഫോട്ടോ ആണെങ്കിൽ ചവിട്ടണത് പിടിക്കണ്ട വേറെ വിട് ചവിട്ടിക്കോ കുഴപ്പമില്ല അങ്ങോട്ട് വെക്കും അത് സാരമില്ല. അയ്യോ, അങ്ങനെ ഒരു ബഹളമായിരുന്നു. ഫോട്ടോ എടുക്കൽ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ അച്ഛനും അമ്മയും സന്ധ്യയ്ക്ക് വന്നിട്ട് പോയായിരുന്നു. അവരിതിനൊന്നും നിന്നില്ല. അപ്പോൾ അവർക്കുള്ള കേക്കുമായിട്ട് ഞങ്ങളിതാ അവിടെ വീട്ടിലോട്ട് പോയതാണ്. അപ്പോൾ കേശു സാന്റാക്ലോസൊക്കെ ആയിട്ട് ആ ഡ്രസ്സൊക്കെ ഇട്ട് ചെന്ന് കതവിലൊക്കെ മുട്ടിയാണ് അവർ വിളിച്ചത്. അവരെ കണ്ടപ്പോഴേക്ക് ഭയങ്കര പാട്ടും മേളമൊക്കെ ആയിരുന്നു സാന്റ ആയിട്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ കേക്കും കൊണ്ടാണ് വന്നതെന്നും പറഞ്ഞ് രണ്ടാൾക്കുള്ള കേക്ക് കൊണ്ട് കൊടുക്കണമുണ്ട്. പിന്നെ വേറൊരു കാര്യം, അച്ഛനും അമ്മയും ക്രീം കേക്ക് അങ്ങനെ കഴിക്കില്ല. അവർ പ്ലം കേക്ക് മാത്രമേ കഴിക്കുകയുള്ളൂ. എന്നാലും നമ്മൾ ക്രിസ്മസ് അല്ലേ, കേക്ക് കൊണ്ട് കൊടുക്കണമല്ലോ, അതുകൊണ്ടാണ് കുറച്ച് കേക്കായിട്ട് കൊടുത്തത്. അങ്ങനെ കുറേ നേരം പിന്നെ അവിടെ ആയിരുന്നു കേശുവിൻ്റെ മേളവും കളിയും എല്ലാം. അവിടെ നിന്ന് കുറേ കളിയൊക്കെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴേക്ക് വീണ്ടും സാന്റാക്ലോസ് ഈ കരോൾ വരണേൻ്റെ സൗണ്ട് കേട്ടപ്പോഴേക്കും ആൾക്ക് പേടി. വീണ്ടും വെളിയിലോട്ട് ഇറങ്ങാനായിട്ട് നോക്കും. കുറച്ച് കഴിഞ്ഞ് അകത്ത് കയറും. പിന്നെ ഇവിടെ വന്നാൽ അച്ഛൻ്റെ ടൂൾസ് ഐറ്റംസിൽ കളിയാണ് കേശുവിൻ്റെ ഒന്നാമത്തെ പരിപാടി. ഇതാ കണ്ടില്ലേ, ഓടി ചെല്ലും ആ മുറിക്കകത്ത് കയറിയിട്ട് അച്ഛൻ ഇതുപോലുള്ള കുറേ ടൂൾസൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ചിറ്റിയല്, സ്ക്രൂ ഡ്രൈവർ, പിന്നെ ഇതുപോലുള്ള സംഭവങ്ങൾ എല്ലാമാണ് കേശുവിൻ്റെ ഇഷ്ട കാര്യങ്ങൾ. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയാണ് കേശു ഒന്നാമതായിട്ട് ഇങ്ങോട്ട് വരണത് തന്നെ. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ അവരെടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ അങ്ങ് ഉഗാണ്ടയിലൊന്നും അല്ല പോണത്, മുകളിൽ കയറിയ ഞങ്ങളുടെ വീടായി. അങ്ങനെ ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങി. അച്ഛനും അമ്മയും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളെ യാത്ര അയക്കണുണ്ട് രാത്രി. ഇനി തിരിച്ചിതാ വീണ്ടും നമ്മുടെ വൃന്ദാവനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ബാക്കി ആഘോഷങ്ങളൊക്കെ ഇവിടെയാണ്. അപ്പോൾ ഞങ്ങളുടെ വൃന്ദാവനവും ഇങ്ങനെ ക്രിസ്മസിനെ വരവേൽക്കാനായിട്ട് ലൈറ്റൊക്കെ ഇട്ടും നക്ഷത്രങ്ങളൊക്കെ ഇട്ടും പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച് മൊത്തം ലൈറ്റുമയമായിട്ടൊക്കെ അണിഞ്ഞൊരുങ്ങി നിൽക്കണുണ്ട്. ഞാനിവിടെ ഇങ്ങനെ കുറേ തെനയൊക്കെ ഇട്ടതാണ് പുല്ലൊക്കെ മുളപ്പിക്കാനായിട്ട്. പക്ഷേ തെന പഴകിയ തെനയായിരുന്നു. ഞാൻ കുറേ നാൾ മുന്നേ ഇവിടെ വാങ്ങിച്ച് വെച്ചിരുന്നതാണ്, അതുകൊണ്ട് മാത്രം തെന പൊടിച്ചില്ല. പിന്നെ ഞങ്ങൾ 12 മണി വരെ ഇരുന്ന് 12 മണിക്ക് ഇതാ ഉണ്ണിയേശുവിനെ വെച്ചിട്ടുണ്ട്. 12 മണിക്കാണല്ലോ ഉണ്ണിയേശുവിനെ പുൽക്കൂടിനകത്ത് വെക്കേണ്ടത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉറങ്ങാനായിട്ട് പോയി. അങ്ങനെ പിറ്റേന്ന് രാവിലെ ക്രിസ്മസിൻ്റെ അന്ന് നല്ല ഫ്രഷ് ആയിട്ടൊക്കെ ഉണർന്ന് രാവിലെ കുളി കഴിഞ്ഞ് വിളക്കെല്ലാം കത്തിച്ചതിന് ശേഷം ഇനി കാപ്പി ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് അപ്പമാണ് കാപ്പിയായിട്ട് ഉണ്ടാക്കണത്. അപ്പവും ചമ്മന്തിക്കറിയുമായിരുന്നു. അപ്പോൾ രമ്യ ചേച്ചിയാണ് രാവിലെ ആ ദൗത്യം ഏറ്റെടുത്തത്. അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നും ഞങ്ങൾ നല്ല ബിസിയാണ്. അപ്പോൾ അവരവിടെ ബാക്കി ജോലികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കോഴിയെ വാങ്ങാനായിട്ട് വന്നതാണ്, ക്രിസ്മസ് അല്ലേ. അപ്പോൾ ഇന്ന് ബിരിയാണി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എല്ലാവരും ഉള്ള ദിവസം കൂടെ അല്ലേ. അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ്. അവൾക്ക് കോഴി വളർത്തലൊക്കെയാണ് ജോലി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നാണ് ഇപ്പോൾ മിക്കവാറും കോഴിയെ വാങ്ങണത്. പക്ഷെ ഭയങ്കര ലാഭത്തിനാണ് അവൾ കോഴിയെ തരണത്. എങ്ങനെ അവൾക്ക് മുതലാവുമെന്ന് അറിയില്ല. മുട്ടക്കോഴിയാണ്. അപ്പോൾ ഒരു കോഴിക്ക് 225 രൂപ വെച്ചിട്ട് 2 കോഴിയെ ഞങ്ങൾ 450 രൂപയ്ക്കാണ് നാടൻ കോഴിയെ വാങ്ങിയത്. അപ്പോൾ എന്തായാലും ഈ വിലയ്ക്ക് ഒരിടത്തുനിന്നും കോഴിയെ കിട്ടൂല. അങ്ങനെ ഞങ്ങൾ 2 കോഴീനെയൊക്കെ വാങ്ങിച്ച്, അതും അവർ തൂക്കിയൊന്നും അല്ല തരണം, ഞങ്ങൾ പറയണതിന് നമ്മൾ കാണിച്ചു കൊടുക്കുന്നതിന് അവർ പിടിച്ചു തരും. അങ്ങനെ 2 കോഴിയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ കടയിൽ കൊണ്ടുപോയി കൊന്ന് മാത്രം വാങ്ങിക്കൊണ്ട് വന്ന്. കാരണം നമ്മൾ കടയിൽ കൊടുക്കുകയാണെങ്കിൽ അവർ ഈ തോല് ഫുള്ള് ഉരിച്ചങ്ങ് കളയും. നമുക്കാണെങ്കിൽ നാടൻ കോഴിയുടെ ആ ഒരു തൊലി ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അമ്മ രൂപാട് വന്ന് നമ്മൾ കൊന്ന് മാത്രമല്ലേ വാങ്ങിക്കൊണ്ട് വന്നത്. അതിനൊരു 2 മണിക്കൂർ ഇരുന്ന് അവരതിനെ ഫുള്ള് ക്ലീൻ ചെയ്തൊക്കെ എടുക്കാനായിട്ട്. അതിനുശേഷം ഇതെന്താണ് കാണിക്കണമെന്ന് മനസ്സിലായല്ലോ. അതിൽ നമ്മൾ ഈ കൊച്ചു കൊച്ചു മുടികളൊക്കെ കാണുമല്ലോ, അത് മൊത്തം കരിച്ച് കളയണം. അതിനു വേണ്ടിയാണ് അങ്ങനെ ഗ്യാസിൽ വെച്ചിട്ട് അത് ഫുള്ള് കരിച്ച് കളയണം. ഇല്ലെന്നുണ്ടെങ്കിൽ അതകത്ത് പോയാൽ വയറിളക്കം ഉറപ്പാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ബിരിയാണി വെക്കണം. അപ്പോൾ ബിരിയാണിക്കുള്ള അരിയൊക്കെ എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വലിയ കലത്തിലല്ലേ വെക്കണത്, അതിനെ ഇറക്കാനായിട്ട് എല്ലാവരും ആരും കൈയേറ്റില്ല. പിന്നെ അവസാനം അമ്മ തന്നെ അതൊക്കെ ഇറക്കി എല്ലാം ഊറ്റി മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ചിക്കൻ വെക്കണം.
അതൊക്കെയാണ് അടുത്ത പരിപാടി. പിന്നെ എല്ലാവരും ചേച്ചിമാരൊക്കെ വരണ ദിവസങ്ങളിൽ എനിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വലിയ ജോലിയൊന്നും കാണില്ല. എനിക്ക് പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരണം, കയ്യാളായിട്ടൊക്കെ നിന്നാൽ മതി, ബാക്കിയെല്ലാം അവർ നോക്കിക്കോളും. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ രമ്യ ചേച്ചിക്ക് ചെറിയൊരു വയ്യായിക ഉണ്ടായിരുന്നു, തലവേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആൾ കുറച്ചൊന്ന് ബാക്ക് വലിഞ്ഞ് നിന്ന്. ദിവ്യ ചേച്ചിയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഓൾ ഇൻ ഓളായിട്ട് നിന്ന് ചെയ്തത്. പിന്നെ അമ്മയുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ ഈ പറയും പോലെ അറിയാമല്ലോ, ആ ഒരു 2 മണിക്കൂറോളം ആ 2 കോഴിയും കൊണ്ട് പാവം അതിൻ്റെ അടുത്ത് മൽപ്പിടുത്തം നടത്തുകയായിരുന്നു. പിന്നെ അതിൻ്റെ തോൽ ഉരിക്കണതൊന്നും ചില്ലറ ജോലിയല്ല, നല്ല ബുദ്ധിമുട്ടായിരുന്നു തോലൊക്കെ ഉരിച്ചെടുക്കാനായിട്ട്. പിന്നെ ബിരിയാണി വെക്കാനായിട്ട് എനിക്ക് അധികം അറിയില്ല, അധികമെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല, അതാണ് സത്യം. അപ്പോൾ ബിരിയാണി വെക്കാനായിട്ട് ഇതിലെ എക്സ്പേർട്ട് രമ്യ ചേച്ചിയാണ്. അപ്പോൾ ദിവ്യ ചേച്ചിക്കും ബാക്കിയെല്ലാ കാര്യങ്ങളും അറിയാം. ഈ ഒന്ന് നല്ല രീതിയിൽ വെച്ചെടുക്കാനൊക്കെ പുള്ളിക്കാരിക്കും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ അത് രമ്യ ചേച്ചി ഏറ്റെടുത്ത് ബിരിയാണിയിൽ സംഭവങ്ങളൊക്കെ എല്ലാം ചേർത്ത് എടുത്ത് ബിരിയാണി റെഡിയാക്കിയിട്ടുണ്ട്. അമ്മ ഇപ്പോഴും ആ 2 കോഴിയും കൊണ്ട് ഇരിക്കണതേ ഉള്ളൂ. സത്യത്തിൽ പാവം തോന്നി, ഒരുപാട് സമയം എടുത്ത് അവസാനമായപ്പോൾ അമ്മയ്ക്ക് അങ്ങ് വയ്യാണ്ടായി. നമ്മളെ വിചാരിച്ച അയ്യോ ഇത്രയും കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ലായിരുന്നു, അത്രയ്ക്ക് ജോലി ഉണ്ടായിരുന്നു അതിനെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പരിപാടിയായിട്ട് നിൽക്കുകയായിരുന്നു. അതിൽ ബിരിയാണി അരി വേവിച്ചിറക്കി, അതിനുശേഷം അതിലേക്ക് ക്യാബേജും ക്യാരറ്റും ഒക്കെ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് അതിലിട്ട് ഇളക്കി, പിന്നെ നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പിട്ട് സവോള വറുത്തതിട്ട് കൊടുത്ത് മുന്തിരിങ്ങ ഇട്ട് എല്ലാം ഒക്കെ ആയിട്ട് ബിരിയാണി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയല്ല, ബിരിയാണി റെഡി ആയി കഴിഞ്ഞു. ഇനി ചിക്കൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോഴും അമ്മ ചിക്കൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടേ ഉള്ളൂ. ഇനി അതിനെല്ലാത്തിനെയും കട്ട് ചെയ്യണം. ഈ ഒരു സംഭവം എന്തോ ഒരു പേരമ്മ പറയണേട്ട്, അതിൽ മുട്ട ഉണ്ടാവണം, അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. പിന്നെ നിറച്ച് കുഞ്ഞു മുട്ടകളൊക്കെ അതിലുണ്ടായിരുന്നു. ഇനി ബിരിയാണി റെഡിയായെന്ന് പറഞ്ഞില്ലേ, ഈ സംഭവങ്ങളും കൂടെ ഇനി ചേർക്കാനുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലായിട്ടാണല്ലോ ഇതെല്ലാം ചേർക്കണത്. അത് കഴിഞ്ഞിട്ട് സവോള വറുത്ത് വെച്ചിരുന്നതും ചേർത്ത്, ഇനി മല്ലിയിലയില്ലേ അതിനെയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ആ ജോലി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മുട്ടക്കോഴിയാണ് വാങ്ങിച്ചത്, അതിനകത്ത് നിറച്ച് മുട്ട ഉണ്ടായിരുന്നു. പക്ഷെ വലിയ മുട്ടകളില്ല, എന്ന് മുട്ടയിട്ട് കഴിഞ്ഞായിരുന്നു ആൾ. അപ്പോൾ കുഞ്ഞു മുട്ടകൾ ഒരുപാടുണ്ടായിരുന്നു അതിൽ. ഇനി അതിനെ മൊത്തം ഒന്ന് കഴുകി ക്ലീനാക്കി എടുക്കണം. ഇനി ഇതിന് മൊത്തം വീണ്ടും വെട്ടിയെടുക്കണമല്ലോ, അതാണ് ബുദ്ധിമുട്ട്. അയ്യോ, അപ്പോൾ 1 മണി 12:30 ആയപ്പോഴും ഇത് ഇങ്ങനെ ആയതേ ഉള്ളൂ. ചിക്കൻ ബിരിയാണിയൊക്കെ ടപ്പയെന്ന് പറഞ്ഞ് റെഡിയായി. പിന്നെ ഞാനും ദിവ്യ ചേച്ചിയും കൂടെ ഒന്ന് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഇരുന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് 2 ആൾക്ക് ഇതൊത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അമ്മയെ കൊണ്ട് മാത്രം നടക്കണില്ല, ഒരുപാട് സമയമായി, അമ്മയങ്ങ് തീരെ വയ്യാണ്ടായതുപോലെയായി. അപ്പോൾ പിന്നെ ഞങ്ങളും കൂടെ ആ ദൗത്യം ഏറ്റെടുത്ത് അത് കണ്ടപ്പോൾ പിന്നെ കേശുവിനും അങ്ങോട്ട് വരണം. അങ്ങനെ ഒരു വിധത്തിൽ ഫുൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ വെളിയിൽ നിന്നൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ 1000 രൂപയുടെ കോഴിയായിരുന്നത്, അത് നമുക്ക് വേറെ 450 രൂപയ്ക്കാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങുകയും ചെയ്യാം. നമ്മൾ പറയണ കോഴീനെയാണ് അവൾ തരണത്. അങ്ങനെ ഞങ്ങൾ കോഴിയൊക്കെ വാങ്ങി. ഇനി ചിക്കൻ കറി വെക്കണതും ദിവ്യ ചേച്ചി ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ കയ്യാള പണി മാത്രമേ ഉള്ളൂ എനിക്ക്, എല്ലാ കാര്യങ്ങളും അവർ നോക്കിക്കോളും. അപ്പോൾ നമ്മൾ ഇത്ര വലിയ ചരുവം വെച്ചെങ്കിലും ഇത്രയും അതിൽ നിറച്ച് ചിക്കനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു പാത്രമായിരുന്നു ഈ ചിക്കൻ കറി വെക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ആ സൈസ് പാത്രം എനിക്കില്ല. അപ്പോൾ ഇനി ആ ഒരു സൈസ് വാങ്ങണം. അങ്ങനെയുള്ള ഒരെണ്ണത്തിലാണ് ബിരിയാണി നമ്മൾ സെറ്റാക്കി വെച്ചത്. അപ്പോൾ പിന്നെ ഇനി ഈ ഒരു പാത്രം മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കി വെക്കുന്നത് ചെറുതായിപ്പോൾ. അങ്ങനെ അതിലേക്ക് നമ്മളിപ്പോൾ നാടൻ കോഴിയൊക്കെ വെക്കുമ്പോഴേക്ക് സവോളയിൽ നിന്ന് ഒരുപാട് വഴറ്റിയെടുത്തതിന് ശേഷം ചിക്കൻ ഇടണ്ട, ഒന്ന് വഴണ്ട് വന്നാൽ മതി. നമ്മളതിൽ എണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പില ഇട്ട് തക്കാളി ഇട്ട് പിന്നെ പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഒത്തിരി കൂടുതലിട്ട് എല്ലാമൊക്കെ ഇട്ട് ഇളക്കിയതിന് ശേഷമാണ് പിന്നെ ഈ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തത്. പിന്നെ ചിക്കനിൽ അമ്മ തന്നെയാണ് എല്ലാ മസാലയൊക്കെ പുരട്ടിയൊക്കെ വെച്ചത്. ഇനി അതിനെയും കൂടെ എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും ഒരു 2 തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് മല്ലിയില ഇട്ട് കറിവേപ്പില ഇട്ട് കുറച്ച് ചൂട് വെള്ളം കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് കുറച്ച് അധിക സമയം വേവിക്കണം. നാടൻ കോഴി ആയതുകൊണ്ട് വേവാനായിട്ട് കുറച്ച് അധിക സമയം എടുക്കും. നമ്മൾ കുക്കറിലാണ് വേവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാം. പക്ഷേ കുക്കറിൽ ചിക്കൻ വെക്കണത് നമുക്ക് അധികം അങ്ങോട്ട് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞങ്ങൾ അതിനായിട്ട് മെനക്കെട്ടില്ല. അപ്പോൾ അതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ബിരിയാണിയും നമ്മൾ വാഴയിലയിൽ വിളമ്പാന്ന് വിചാരിച്ച്, അതാവുമ്പോൾ ഒന്നാമത്തെ കാര്യം പാത്രം കഴുകേണ്ട ജോലി ഒഴിവാകുമല്ലോ. എല്ലാവരും കഴിച്ച പാത്രം കഴുകുമ്പോഴേക്ക് വീണ്ടും നടു ഒടിയും.
അങ്ങനെ ഇതാ ഞങ്ങൾ വാഴയില എടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ വാഴയിലയിൽ ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടെ കണക്ക് കൂട്ടി വരുമ്പോൾ 10-11 പേരുണ്ട് കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഇലയൊക്കെ ഇതാ എണ്ണ എടുത്തിട്ടുണ്ട്. ഞാനും നന്ദുവും കൂടെയാണ് പോയത് വാഴയില കട്ട് ചെയ്യാനായിട്ടൊക്കെ. ഇനി എല്ലാവരുമായിട്ട് ബിരിയാണി കഴിക്കണം. ബിരിയാണി റെഡിയായി, സലാഡുണ്ട്, പപ്പടമുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്, ഇത്രയും പിന്നെ നാടൻ ചിക്കനും ഉണ്ട്. ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയ്ക്കുള്ള എന്ത് പറയാനായിട്ട് ഉച്ചയ്ക്കുള്ള ലഞ്ച്. അങ്ങനെ ഇതാ അച്ഛനും എത്തി. അമ്മ ഇവിടെ ഇല്ല, അമ്മ ഇനി വൈകുന്നേരമേ വരുള്ളൂ. അതുകൊണ്ട് അമ്മ വൈകുന്നേരം ഇങ്ങോട്ടും വരുള്ളൂ. അച്ഛനും വന്ന്, ചേട്ടനുണ്ട്, നമ്മളെല്ലാവരും ഉണ്ട്. ബിജു അണ്ണനും എത്തിയിട്ടുണ്ട്. ബിജു അണ്ണൻ എത്തണതേ ഉള്ളൂ. അങ്ങനെ പിള്ളേരെല്ലാവർക്കും പിന്നെ നമുക്ക് ഈ ദിവസം എല്ലാം റെഡിയായി വന്നപ്പോഴേക്ക് കുറച്ച് ലേറ്റായി. 2:2:30 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് ബാക്കിയെല്ലാം റെഡിയായി. കോഴിയുടെ കാര്യത്തിൽ മാത്രമായിരുന്നു കുറച്ച് ലാഗ് വന്നത്. അങ്ങനെതാ ഇനി ഫുഡൊക്കെ എല്ലാവരുമായിട്ട് കഴിക്കണം. ഈ ഒരു സമയത്തിന് വേണ്ടിയാണ് എല്ലാവരുമായിട്ട് ഇതേപോലെ നിറഞ്ഞ മനസ്സോടെ വയറ് നിറച്ച ആഹാരം കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾക്ക്, എനിക്കും നന്ദുവിനുമാണ് ഒരുപാട് കൂടുതലും ആ ഒരു എന്താ പറയാനായിട്ട് ആ കോഴിയുടെ തോല് കഴിക്കാനായിട്ട് കൂടുതൽ ഇഷ്ടം ഞങ്ങൾക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയാണ് അമ്മ ഇത്രയും കഷ്ടപ്പെട്ടത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ കൊണ്ട് കൊടുത്താൽ അവർ അത് ഫുള്ള് ക്ലീൻ ചെയ്ത് തരും. നമ്മൾ ആ പൈസ കൊടുക്കണമെന്നേ ഉള്ളൂ. 50 രൂപയാണ് അതിന് അവർ ചാർജ് ഈടാക്കുന്നത്. അത് കൊടുത്താൽ അവർ ആ തോലൊക്കെ അങ്ങ് ഫുള്ള് ഉരിച്ച് കളയും. എല്ലാം ഒന്ന് ക്ലീനാക്കി തരും. ബാക്കി നമുക്ക് കൊണ്ടുവന്ന് കുറച്ചും കൂടി ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുന്ന പാടേ ഉള്ളൂ. പക്ഷേ തോല് കിട്ടൂല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അമ്മ പറഞ്ഞത് കൊന്ന് മാത്രം വാങ്ങിക്കൊണ്ട് വന്നാൽ മതി, ഞാനത് ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷേ അമ്മ എന്നിട്ടും പറയുന്നുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ഇതിനേക്കാൾ സ്പീഡായിട്ട് ചെയ്യും, ഇപ്പം എന്നെ കൊണ്ട് വയ്യാത്തതുകൊണ്ടാണെന്ന് ഒക്കെ പറഞ്ഞിട്ടാണ് അമ്മ ഇതാ എല്ലാം റെഡിയാക്കിയത്. പിന്നെ ഇതാ അമ്മ കുളി കഴിഞ്ഞ് അമ്മയും എത്തിയിട്ടുണ്ട്. ബിജുവണ്ണനും വന്ന് ഇനി നമ്മൾ ആഹാരം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അണ്ണൻ കഴിച്ചു കഴിഞ്ഞ് പോയി. ഇനി അടുത്ത് നമ്മുടെ ഊഴമാണ്. ആഹാരം കഴിക്കണം. ബാക്കി ആണുങ്ങളും പിന്നെ കുട്ടിപ്പട്ടാളവും എല്ലാവരും ആഹാരം കഴിച്ചു കഴിഞ്ഞ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ആഘോഷം അങ്ങനെ 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 എല്ലാവരുമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നല്ലപോലെ പാടുക. പാടടാ, ഒരു പ്രാവശ്യം ചേട്ടൻ പാടാൻ പറയട്ടാ ആ പാട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവന്മാരുടെ വക കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്കും എന്താ അമ്മയും വന്ന്. അമ്മയുടെ കാര്യമാണെങ്കിൽ അമ്മ ചിക്കൻ കഴിക്കില്ല, ബീഫ് കഴിക്കില്ല, മട്ടൻ കഴിക്കില്ല, അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും അവർ കഴിക്കില്ല. എന്നാൽ വെജിറ്റേറിയൻ ആണോ അതുമല്ല, കാരണം പുള്ളിക്കാരി മുട്ട കഴിക്കും. പക്ഷേ ചിക്കൻ ഐറ്റംസ് ഒന്നും കഴിക്കില്ല. മുട്ടയും കഴിക്കും, മീനും കഴിക്കും. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്കായിട്ട് ചിക്കൻ ഒഴിച്ചിട്ട് ബാക്കി ബിരിയാണി, സലാഡ്, പപ്പടം, അച്ചാർ ഇത്രയും കൂട്ടിയാണ് അമ്മ അവിടെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും അമ്മയ്ക്ക് അവിടെ കൂട്ടിരിക്കുന്നതാണ്. നമ്മൾ ആരും ആഹാരം കഴിക്കുന്നതല്ല, എല്ലാവരും കഴിച്ചല്ലോ. ഇനി രാത്രിയത്തെ ഫുഡ് ഇനി കുറച്ച് കഴിഞ്ഞ് കഴിച്ചാൽ മതിയല്ലോ. ഇപ്പോൾ സമയം 7 മണി ആയില്ല, 6:45 ഉള്ളൂ. അങ്ങനെ അവരൊക്കെ ആഹാരം കഴിച്ചിട്ട് പോയി. പിന്നെ ഇപ്പോൾ ഇതാ സമയം ഏകദേശം 10 മണി ആയിട്ടുണ്ട്. അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞ് നമുക്കൊന്ന് പുറത്തൊന്ന് കറങ്ങിയിട്ട് വരാം, എന്തായാലും ക്രിസ്മസ് അല്ലേ, ഈ ഒരു ആഘോഷത്തോടു കൂടി നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് അങ്ങ് നമുക്ക് ആഘോഷിച്ച് നിർത്താം എന്ന് പറഞ്ഞിട്ട്. അമ്മ വന്നില്ല, രമ്യ ചേച്ചി വന്നില്ല, ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞാൻ, ചേട്ടൻ, കേശു, ദിവ്യ ചേച്ചി, കണ്ണൻ, നന്ദു, അനന്ത്, ഞങ്ങൾ ഇത്രയും പേരുമായിട്ട് നേരെ പോയത് നമ്മുടെ വീട്ടിൽ താഴെ തന്നെ ഉള്ളത് ദേശിക്കുപ്പയിലാണ്. അവിടെ നല്ല വെറൈറ്റി ഷേക്കുകൾ കിട്ടും. അങ്ങനെ ഞങ്ങളെല്ലാവരും മെക്സിക്കൻ ഷേക്ക് ഓർഡർ ചെയ്ത്. അവന്മാർക്ക് 2 പേർക്കും ഐസ്ക്രീം ഷേക്ക് മതി എന്ന് പറഞ്ഞ്. കേശുവിനൊന്നും ഓർഡർ ചെയ്തില്ല, അവന് നമ്മളെ നിന്ന് കൊടുത്താൽ മതിയല്ലോ. മോൻ ഒരെണ്ണം കഴിക്കില്ല, ഫുള്ളായിട്ട് വാങ്ങിച്ചാൽ അത് വേസ്റ്റാവും. അയ്യോ, നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോഴാണ് മനസ്സിലാവണത്. ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ഉറങ്ങാനായിട്ട് ഇരുന്നതാണ്. അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞ് നമുക്കൊന്ന് പുറത്ത് കറങ്ങിയിട്ട് വരാമെന്ന്. ഇവിടെ ആൾക്കാർക്ക് ആഘോഷം തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ ഉറങ്ങാനായിട്ട് പോകുമ്പോഴും ബൈപ്പാസിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഒരു എൻജോയ്മെൻറ്റ് നമുക്ക് വീണ്ടും തോന്നും. അങ്ങനെതാ എല്ലാവരും ഷേക്കൊക്കെ കുടിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഷാർജയിൽ നിന്ന് എഴുതി കാണിച്ചാൽ മതി, ഞാൻ അവിടെ വീഴും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഷാർജ ഷേക്ക്. അങ്ങനെ നമ്മൾ മെക്സിക്കൻ ഷേക്കൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങി വീട്ടിൽ പോകണോ അല്ലെ ഒന്നുകൂടെ കറങ്ങണോ. അപ്പോൾ പിള്ളേർക്കെല്ലാം ഒന്നും കൂടെ കറങ്ങണമെന്ന് പറഞ്ഞിട്ട് നേരെ ലുലുവിലേക്ക് വെച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ലുലു എത്താറായപ്പോൾ തന്നെ 11:30 മണിയായി.
പിന്നെ എന്തായാലും ലുലു അടയ്ക്കുമ്പോഴേക്കും 1 മണി കഴിയും. ബാക്കി അതിനകത്തുള്ള ബാക്കി ഷോപ്പുകളൊക്കെ അടയ്ക്കും, പക്ഷേ ഹൈപ്പർ മാർക്കറ്റും അടയ്ക്കില്ല. പിന്നെ ഇവിടെ തിയേറ്റർ ഉണ്ടല്ലോ, അതൊന്നും അടയ്ക്കില്ല. അങ്ങനെ ഞങ്ങൾ ഒന്നും വാങ്ങാനൊന്നും അല്ലല്ലോ, ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടിയല്ലേ. അങ്ങനെ ഇതാ ലുലുവിലോട്ട് വന്നപ്പോഴേക്കും ഫുൾ ആൾക്കാരുണ്ട്. ഇന്നിപ്പോൾ ഈ നിൽക്കുന്ന ആൾക്കാരൊന്നും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനൊന്നും ആയിരിക്കില്ല, 11:30 മണിയായില്ലേ. അവരും ഇതേപോലെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ ഇപ്പം നമുക്ക് ഒരുപാട് സമയമൊന്നും അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം അവിടെ നമുക്ക് ചാർജിങ് ഫീസ് ഇട്ട് തുടങ്ങി. 1 മണിക്കൂറത്തേക്ക് 1 മണിക്കൂർ വരെ ഫ്രീ ആണ്. 1 മണിക്കൂർ കഴിയുകയാണെങ്കിൽ 20 രൂപ വെച്ച് കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങി അതിനകത്തുള്ള ഭീമൻ ക്രിസ്മസ് ട്രീ ഒക്കെ കണ്ട്, ഞങ്ങളത് 2 ദിവസം മുന്നേ പോയപ്പോൾ കണ്ടായിരുന്നു, ഇവരാരും കണ്ടില്ല, കഴിഞ്ഞ വർഷം കണ്ടിട്ടുള്ളൂ. അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ അവരുടെ 2nd ആനിവേഴ്സറി ആണല്ലോ ലുലുവിൻ്റെ, അതിൻ്റെ ഒരു ലോഗോയും കാര്യങ്ങളും നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ 2 അരയന്നങ്ങളെപ്പോലെ ആ 2 ട്യൂബ് വന്നിങ്ങനെ അടുക്കും, അത് കഴിയുമ്പോഴേക്ക് അതിങ്ങനെ നീങ്ങിപ്പോവും. അത് കുറച്ച് സമയമൊക്കെ കണ്ട്. അപ്പോൾ ലുലുവിനകത്തും പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴാണല്ലോ ക്രിസ്മസ് ഫീല് ശരിക്കും വരണത്. പിന്നെ ഞങ്ങളിതാ ക്രിസ്മസ് ട്രീയുടെ ഫ്രണ്ടിലൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത്. കേശു അവിടെ ഭയങ്കര ഓട്ടമായിരുന്നു. പിന്നെ ഇവിടെ ഈ നമ്മൾ മുകളിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ അധികം തിരക്കില്ല ഈ ഒരു സമയമായതുകൊണ്ട്. താഴെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അവിടെ ഇറങ്ങുമ്പോഴേക്കും പിന്നെ വീണ്ടും ഫുൾ ബഹളമായി. അങ്ങനെ ഒരു 12:30-1 മണി വരെ അവിടെ നിന്നിട്ട് ഇനിതാ തിരിച്ച് വീട്ടിലേക്ക് നമ്മുടെ വൃന്ദാവനത്തിലേക്ക് പോണതാണ്. അപ്പോൾ ദൈവം സഹായിച്ച് ഈ വർഷത്തെ ക്രിസ്മസ് നമുക്ക് നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കാനായിട്ട് പറ്റി. അപ്പോൾ ഇനി അടുത്ത ക്രിസ്മസിനായിട്ടുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.